നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലൊരു മന്ത്രി വലിയൊരു പ്രസ്താവന ഇറക്കി. പ്രസ്താവനയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല, കുറേ നാളായി കേൾക്കുന്നത് തന്നെയാണ്. എന്തോ മഹാസംഭവം പോലെയാണ് അദ്ദേഹം ആ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ആ പ്രസ്താവന അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? മൊഹിബുൾ ചൗധരി, അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവാമി ലീഗിൻ്റെ, അതായത് ഹസീന ഭരണകൂടത്തിലെ ഒരു മന്ത്രിയായിരുന്നു. അപ്പം അദ്ദേഹം ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രങ്ങളാണ് ബംഗ്ലാദേശിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള പത്രങ്ങളൊക്കെ പറയാൻ ജെൻസി കലാപമായിരുന്നു. ജെൻസി കലാപം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ്, അല്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിൽ ഇടപെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. ഓരോ ഇപ്പം അവിടെ ഗൾഫ് മേഖലകളിലൊക്കെ സമരം നടന്നപ്പോൾ മുല്ലപ്പൂ വിപ്ലവമായിരുന്നു, അതിനു മുമ്പ് ഓറഞ്ച് വിപ്ലവം ഉണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേര് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓരോ സ്ഥലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അവരുടെ ഇടപെടലുകൾ. അപ്പോൾ ഇവിടെ സാറ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായി. ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായത് ആഭ്യന്തര പ്രശ്നമായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തെയായിരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നു. അതിപ്പോൾ അങ്ങനെ ബന്ധമില്ല, ആ തരത്തിലേക്ക് എത്തിച്ചല്ലോ അവർ. ഇല്ലേ? അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ എങ്ങനെ വന്നു? അമേരിക്കൻ താല്പര്യങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സെന്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്ക നോട്ടമിടുന്ന ഒരു പ്രദേശം. അതെ, അതോടൊപ്പം തന്നെ അത് ബംഗ്ലാദേശിന്റെ ഭാഗമാണ്. അത് ഹസീനോട് ചോദിച്ചിരുന്നു എന്ന് കേട്ടിരുന്നു. അതവർ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ കലാശിക്കാൻ കാരണം. ഒരു കാരണം അതായിരിക്കും. ഇപ്പൊ സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ട്രിഗർ പോയിന്റ് മാത്രമാണ്. അതെ 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 അതെ. അവിടെ നിന്ന് അവർക്ക് വേറെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ അതിന് മുൻപേ തന്നെ അവർ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഉണ്ടായിരുന്ന അവിടെ സംരക്ഷിതമായ ഒരു നിയമം, ഗോത്ര സംരക്ഷണ നിയമം ഉണ്ടായിരുന്ന അവരെടുത്തു മാറ്റി. ആര്? ഈ രാജീവ് ഗാന്ധി നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നമ്മുടെ പ്രധാനമന്ത്രിമാരെ പരിശോധിച്ചാൽ അറിയാം, ശുദ്ധനായ, അത്യാവശ്യം നിഷ്കളങ്കനായ, ഏത് രീതിയിൽ ഒപ്പമുള്ളവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. പ്രവൃത്തി പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച മരണം സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഈ നിയമം പിൻവലിച്ചത്. നിയമം പിൻവലിക്കുമ്പോൾ പെട്ടെന്ന് ഔട്ട്സൈഡേഴ്സിന് അങ്ങോട്ട് കടക്കുവാനുള്ള ഒരു സാധ്യത അവിടെ വന്നു. സംരക്ഷിത പ്രദേശം എന്നതിൽ ഇത് മാറുമ്പോൾ തന്നെ സോണിയാഗാന്ധി അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? ഉണ്ട്. സോണിയാഗാന്ധി ഡീപ് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ പര്യായമാണെന്നാണ് BJP പൊതുവെ പറയുന്നത്. നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ഈ സ്റ്റേറ്റിൽ മതപരിവർത്തന ലോബികൾക്ക് പ്രവേശിക്കാനുള്ള ഇടം കൊടുക്കുക. 84 ശേഷം അങ്ങനെ ഒരു ഇടം കിട്ടിയാൽ അവിടുത്തെ നിലവിലുള്ള ദരിദ്രമായൊരു അവസ്ഥയുണ്ട്. അതായത് ഭരണകൂടങ്ങൾ അവരെ നിരന്തരമായിട്ട് അവഗണിച്ചുകൊണ്ടിരുന്നു. ആ അവഗണനയുടെ ഭാഗമായിട്ട് അവിടെ ധാരാളം മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള അവസരമുണ്ടായിരുന്നു. നമ്മൾ ഉൾഫ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നക്സൽ, മാവോയിസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രദേശം വളരെ സജീവമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പുകളാണ്. ഇവരെല്ലാം അങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണമില്ല, ജോലിയില്ല, ഭക്ഷണത്തിനുള്ള സാധ്യതകളില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വിദ്യാഭ്യാസമോ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള സാധ്യതയൊന്നും ഇല്ല. അപ്പോൾ അരക്ഷിതമായൊരു അന്തരീക്ഷത്തിലേക്ക് പല പ്രത്യയശാസ്ത്രങ്ങളും വന്നു. അതിൽ ഈ ഗ്രൂപ്പിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഗ്രൂപ്പുകൾ എങ്ങനെ വന്നു വെച്ചാൽ ഇതും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. നക്സലിസം, അതായത് കമ്മ്യൂണിസം അമേരിക്കക്ക് ചതുർത്ഥിയാണെങ്കിലും അമേരിക്ക ഫലപ്രദമായിട്ട് അതിനെ ഉപയോഗിച്ചു ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ. കാരണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ കാരണത്തിന്റെ ഒരു പിന്നിൽ നിൽക്കുന്നത് നിഴലിനപ്പുറം അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഒരുപാട് അത് മാത്രമേ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ അതിൽ കൂടുതലുണ്ട്. ഇന്ത്യ എന്നുള്ള ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന രാജ്യത്ത് ഇതുപോലെ നമുക്കറിയാം, ഡൽഹി സ്ഫോടനം പോലെ ഇതുപോലെ ഛിദ്രശക്തികളെ വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യയുടെ ശ്രദ്ധ ഇത്തരം വിധ്വംസ ശക്തികൾക്കെതിരെയും നമുക്കെതിരെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും തിരിയും. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ വളർച്ച തടയാം എന്നതുകൂടിയുണ്ട് ഇതിനകത്ത്. പിന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ
ഈ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഒരുമിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഈ സ്റ്റേറ്റുകൾ അടർത്തിയെടുത്ത് അമേരിക്കൻ സ്വഭാവമുള്ള മറ്റൊരു രാജ്യമാക്കി മാറ്റാം, അല്ലേ? അതാണ് എൻ്റെ കൂടുതലായിട്ട് ലക്ഷ്യമിട്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് പോലത്തെ അമേരിക്കയുടെ ഈ ഒരു സംവിധാനം അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതി ഇടുമെന്നാണ് കേൾക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അതെ, അത് തന്നെയായിരുന്നു അവർ ഇവിടെയും സോണിയാഗാന്ധിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. അതെ. ഇപ്പോൾ സോണിയാഗാന്ധിയിൽ ഇവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. അത് എങ്ങനെയായിരിക്കും ആ സ്വാധീനം ഉണ്ടായതെന്നുള്ള കൂടി ഉണ്ടല്ലോ. അതിനെ പലരും പറയുന്നത് സോണിയാഗാന്ധി എങ്ങനെ രാജീവ് ഗാന്ധിയെ കണ്ടെത്തി എങ്ങനെ വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ പിന്നിൽ ഒരു തിരക്കഥയുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, അതാണ്. ഓക്കെ, അപ്പോൾ അമേരിക്ക ഇപ്പോൾ കൂടുതലായിട്ട്, അതായത് അമേരിക്ക പണ്ടേ ഇന്ത്യ ഇതിനേക്കാൾ ദുർബലമായിരുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഇത്തരം നീക്കങ്ങളൊന്നും നടത്തിയില്ല. ഇല്ല, ഇപ്പോഴാണ് നീക്കം നടത്തുന്നത്. ഇതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യം കൂടെയുണ്ട്. ഒന്ന്, അമേരിക്ക പറയുമ്പോൾ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന നിരവധിയായ രാജ്യങ്ങളെ കാണാം. റഷ്യ പറയുമ്പോൾ ആ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെ കാണാം. ഒരു പക്ഷേ ചൈനയുടെ ചേരിയിലും കൊറിയ പോലുള്ള വടക്കൻ കൊറിയ പോലുള്ള 1-2 രാജ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ഒരു ചേരിയിൽ നിൽക്കാത്ത രാജ്യമാണ്. ഇന്ത്യ ഒരു ചേരിയിലും നിൽക്കുമ്പോഴും ഇന്ത്യ ശക്തിപ്പെടുന്നത് ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ശക്തിയായിട്ട് ഇന്ത്യയെ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യ ഇപ്പോഴേ കൺട്രോൾ ചെയ്യണം. ഇന്ത്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. അമേരിക്ക വരെ എത്താവുന്നതാണ് പരീക്ഷിച്ചത്. 2, അണുബോംബ് കയ്യിലുള്ള രാജ്യമാണ്. 3, ഹൈഡ്രജൻ ബോംബുണ്ട് എന്ന് പറയപ്പെടുന്നു. 3, ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ സ്പേസ് ടെക്നോളജിയിൽ വളരെ അധികം കുതിച്ചുയർന്ന അമേരിക്കക്ക് പോലും വെല്ലുവിളിയാകും. പണ്ട് നമ്മൾ മംഗളയാൻ നടത്തി കഴിഞ്ഞപ്പോൾ ഓർമ്മയിൽ ഒരു കാർട്ടൂൺ വന്നു അമേരിക്കയിൽ. അതെ, എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഒരു കാളവണ്ടിയുടെ. അല്ല, അതാണ് സായിപ്പന്മാർ നമ്മളെ കാണുന്നത്. അത് എത്തില്ല, അവിടെ ഇവർക്ക് സംഭവിക്കാൻ പോണില്ല എന്നുള്ളത്. അവിടെ നിന്നൊക്കെ മാറി ഒരു കുതിരി മാറിയിട്ട് രാജ്യം വലിയൊരു കുതിപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അസൂയയും കുശുമ്പും മറ്റുള്ളവൻ അങ്ങനെ ഒരു തോട്ട് തറക്കാരൻ ഈ രാജ്യത്ത് എത്തണ്ട എന്നൊരു ചിന്ത കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. യെസ്, അതോടൊപ്പം സ്വതന്ത്ര നയം രൂപീകരിച്ച കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രസ്താവന നടത്തി നരേന്ദ്രമോദിയുടെ. അദ്ദേഹം പറയാം, ഐക്യരാഷ്ട്രസഭ ഒരു അസംബന്ധമാണ്, അത് പിരിച്ചുവിടണം, ഇതിൽ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുകൊണ്ടും തീർന്നില്ല. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ അധികം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി വികസനത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം അമേരിക്കയുടെ 1, 2, 3, 4, 5 വെല്ലുവിളികളാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള അതൊരു രാജ്യത്തെ എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതിന് ഇരട്ടിയിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള കരുത്താണ് യങ്സ്റ്റേഴ്സ്. അവരെല്ലാം വിദ്യാസമ്പന്നരാണ്. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ പര്യാപ്തത പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ലോകത്തെ എല്ലായിടത്തും സ്വാധീനം ചെലുത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അമേരിക്കയുടെ സ്വാധീനത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളോട് പോലും ആയുധ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇവിടെ ഈ ആകാശത്തെ പിടിച്ചു കെട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടെ ഇടപെടാനുള്ള സാഹചര്യം. ഇതിനു വേണ്ടിയാണ് ബംഗ്ലാദേശിൽ അമേരിക്ക ഇടപെടുന്നത്. അതാണ് അതിന്റെ വാസ്തവം. ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇടപെടുന്നത്. അതിൽ അവർ ഏകദേശം വിജയിച്ചു. ആ രാജ്യവുമായിട്ടുള്ള പരിപൂർണമായ ബന്ധം വിച്ഛേദിച്ച ഒരവസ്ഥയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ലക്ഷ്യം ആ രാജ്യവുമായിട്ടൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനോ ചൈനയുമായിട്ട്. ചൈനയെ അവർ എത്ര പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ്. പാകിസ്ഥാനോടൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിൽ ഒരു അണുബോംബ് പ്രയോഗിക്കുന്നതിൽ പോലും അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അത് സംശയമില്ലാത്ത കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉന്നമനം, അവരുടെ ജനത എന്നതിലപ്പുറം മറ്റുള്ളവർ എങ്ങനെ മരിച്ചാലും എങ്ങനെ ജീവിച്ചാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നു, അത് വിശദീകരിച്ചാൽ മതി. ബംഗ്ലാദേശിൽ ഈ വിഷയങ്ങളുണ്ടാക്കി ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ കലാപകലുഷിതമാക്കി അവിടെ മിലിറ്റൻസിനെ കൊണ്ട്, തീവ്രവാദികളെ കൊണ്ട് നിറയ്ക്കുക, അവരെ കൊണ്ട് മാക്സിമം ആ ഭാഗങ്ങളിൽ ഈ 7 സ്റ്റേറ്റുകളിൽ വിഷയങ്ങളുണ്ടാക്കുക. ഇപ്പോൾ മണിപ്പൂരിൽ വിഷയങ്ങളുണ്ടാക്കിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ കുറേ മനസ്സിലാവാതെ പോകുന്ന കുറേ പാവങ്ങളും അത് മനസ്സിലായിട്ടും ഇവൾ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരും ബാക്കിയുള്ള കുറേ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഇത് തന്നെയാണ് എല്ലാ സ്റ്റേറ്റുകളിലും അവർ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ ആയിരിക്കും. അതായത് ഇന്ത്യക്കുള്ളിൽ
ഒരു അമേരിക്കൻ താല്പര്യമുള്ള രാജ്യം സൃഷ്ടിക്കുക. അതെ. അങ്ങനെ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അവിടെ അസ്വസ്ഥത ഉണ്ടാക്കുക. ബംഗ്ലാദേശ് അതിൻ്റെ അതിർത്തി പ്രദേശം അവിടെയും ഉണ്ടാക്കുക. അതെ. അസ്വസ്ഥതയുള്ളൊരു പ്രദേശത്ത് ഇടപെടാൻ ബാഹ്യ ശക്തികൾക്ക് വളരെ എളുപ്പമാണ്. അതെ, ലോകരാജ്യങ്ങളും ആ കാര്യത്തിൽ അമേരിക്ക പറഞ്ഞാൽ പിന്നെ ലോകരാജ്യങ്ങൾ ഇടപെടുമല്ലോ. ഇടപെടുന്നത് മനുഷ്യാവശ്യത്തിന്റെ പേരിലായിരിക്കും. അതെ അതെ. ഐക്യരാഷ്ട്രസഭ ഇതോടനുബന്ധിച്ച് ഇന്ത്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ കൊണ്ടുവരും. ഇന്ത്യയുടെ വികസനം അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യപ്പെടാം. ഇതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് ഈ മഹിബുൾ ചൗധരി പറയുന്നത്. അദ്ദേഹം അവാമി ലീഗിന്റെ മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല.